ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇവനെ കൊണ്ട് തോറ്റ് ഇവന് ഇത്ര നേരം കുരയ്ക്കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളുടെ പ്ലാൻ ഇന്ന് ഒരു വലിയ വീഡിയോ ആണ് ഗൈസ്, വലിയ ലോങ് വീഡിയോ ആണ്. ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കാണും ഗൈസ്. ഇപ്പോൾ നമുക്കൊരു വീടെന്നുള്ളത് ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം പണിതല്ല കേട്ടോ, ഞാൻ മേടിച്ചാണ്. ഒരു നൈസ് ഒരു വീട് മേടിച്ച് നമ്മൾ ഇച്ചിരി വില കുറച്ചൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒത്തിരി ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഏതാ ലുക്കെന്ന് നോക്കാം, അതിനിടയ്ക്ക് ആ ഒരു മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ വീഴുന്ന ഒരു ഫീല് നോക്ക് ഗൈസ്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെല്ലാം ഡീറ്റെയിലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. എല്ലാവരും സ്കിപ്പ് അടിക്കേണ്ടവർക്ക് സ്കിപ്പ് അടിക്കാൻ ഗൈസ്, പിന്നെ മാക്സിമം കാണുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈബ്, മെയിനായിട്ട് വൈബ് അടിക്കാനാണ് ഗൈസ് ഈ ഒരു വീടെന്ന് പറയുന്നത്. ഫുള്ള് കോഫി ഇത് മേക്കറും ക്യാമ്പ് ഫയറും ഒക്കെയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്, നമുക്ക് പയ്യന്മാരൊക്കെ ആയിട്ട് വന്ന് വൈബ് അടിക്കാൻ പറ്റും. കണ്ടില്ലേ ഗൈസ്, കണ്ടാ ഈ സൈഡിലോട്ടൊന്നും ഇല്ല ഗൈസ് വലുതായിട്ട്, കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ ചെടിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതിന് മണ്ടയിൽ കൂടെ നമുക്ക് ഇതിൻ്റെ താഴെയിറങ്ങാൻ പറ്റും, നമുക്ക് വഴിയെ പറഞ്ഞു തരാം. നമ്മളപ്പം നേരെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പോകും ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, ഇത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണെന്നറിയാം നിങ്ങൾക്ക്. ഡ്രീം കം ട്രൂ. ഇതിപ്പോൾ ഡോറൊക്കെ തുറന്നുകൊണ്ടില്ലേ, നമ്മളെ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും ഡോറൊക്കെ തുറക്കും ഗൈസ് തന്നെ. ഇവിടെ കയറി വരുമ്പോൾ ചെടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം നമ്മൾ തന്നെ നോക്കണം, അതാണൊരു വിഷയം. പിന്നെ ഗൈസ് വേണ്ട ഇത് റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ 2 ദിവസത്തേക്കേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ഷെൽഫൊക്കെ ഉണ്ട് ഗൈസ്, ഇതിനകത്തൊക്കെ എന്നേലൊക്കെ വെക്കണമെങ്കിൽ വെക്കാം, നമ്മുടെ ഇഷ്ടം. പിന്നെ ഗൈസ് ഇവിടെയും വൈബ് പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, വേണ്ട കോഫിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നൈസാണ് ഗൈസ്, ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, കൊള്ളാം. പിന്നെ ഇതാണ് നമ്മുടെ TV ഒക്കെ ഇരിക്കും സ്ഥലം, ഒരു ഹാൾ സെറ്റപ്പ്. ഇപ്പം ഇത് വലിയ ഹാളായതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ച് മറച്ചേക്കുന്നുണ്ടോ. അത് നല്ലൊരു സെറ്റപ്പായിട്ട് ഗൈസ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തു നോക്കുമ്പോൾ അങ്ങനെ അറിയത്തുമില്ല, അത് നല്ലൊരു സാധനമാണ് കേട്ടോ. അത് ഇത്ര ഓപ്പൺ അല്ലേ, എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് കൊള്ളാം ഗൈസ്. പിന്നെ മേളിൽ ലൈറ്റൊക്കെ ഉണ്ട്, പിന്നെ അല്ലേ TV 2 സൗണ്ട് ബോക്സൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ, സെറ്റാണ് ഗൈസ് ഇവിടെ. പിന്നെ നമുക്കിനി അപ്പുറത്തോട്ട് പോകാം ഗൈസ്. ഇപ്പം ഇവിടെ ഫുള്ള് ചെടിയാണ് കേട്ടോ, ഫുള്ള് ചെടിയാണ്. ഇതെല്ലാം ഇത് എങ്ങനെ നോക്കണമെന്നാണ് എനിക്കറിയാത്തത്. അപ്പം ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ സർപ്രൈസ് ഉണ്ട് കേട്ടോ, പിന്നെ അങ്ങോട്ട് പോവാം. ഇത് നേരെ മണ്ടയിലോട്ട് പോകാം നമുക്ക്. മണ്ടയിലും കണ്ടില്ലേ ഫുള്ള് ചെടി. പിന്നെ വേണ്ടി ഇവിടെയും ഗൈസ് ഒരു ചെറിയൊരു ഷെൽഫ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ജോയ്സ്റ്റിക്കൊക്കെ ഇരിപ്പുണ്ട് അവിടെ, ചെറിയൊരു കോഫി മേക്കറും എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്ഥലമാണ് ഗൈസ് ഇതും. പിന്നെ ഈ പൂവും കായൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും, 2 ദിവസമായുള്ള വീട്. പിന്നെ ഗൈസ് ഇവിടെ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വൈബ് സെറ്റപ്പ് പിന്നെയും ഉണ്ട്, പിയാനോ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വായിക്കണമെങ്കിൽ വായിക്കുക, അതൊന്നും ഞാൻ വായിക്കത്തൊന്നുമില്ല, മേടിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ ഗൈസ് ഇവിടെ ഒരു TV ഉണ്ട്, 2 സൗണ്ട് ബോക്സും ഉണ്ട്, പിന്നെ കുറേ ചെടിയും സെറ്റിയൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് നേരെ നമ്മളിങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെയും കുറേ ചെടികൾ, ഒരു സെറ്റി. പിന്നെ ഗൈസ് നമ്മൾ തുറന്നിട്ടൊക്കെ തൊട്ട് കയറിപ്പോകും കേട്ടോ. ഇവിടെ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ മെയിൻ സ്ഥലം, ഗെയിമിംഗ് റൂം, കണ്ടില്ലേ, 2 PC ഇരിപ്പുണ്ട്, 2 സൗണ്ട് ബോക്സ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇവിടെയും കോഫിയുണ്ട് ഗൈസ്. പിന്നെ AC വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, AC പുതിയതാട്ടാ. പിന്നെ ഒരു ചെടി അവിടെയും വെച്ചിട്ടുണ്ട്, കീബോർഡ്, മൗസ്, ചെയർ എല്ലാം ഉണ്ട് ഗൈസ്. ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്, ഹെഡ്ഫോൺ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മളൊരു iPhone മേടിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഇരിപ്പുണ്ട് പുള്ളി. അത് സമയമില്ല ഗൈസ് എടുക്കാൻ, വീഡിയോ കൊടുക്കണം, വണ്ടി
ഫുൾ എപ്പോഴും ഗൈസ് ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞ് എപ്പോഴും കോരിക്കളയുന്നതുകൊണ്ട് നമുക്ക് ഫോൺ നോക്കാൻ സമയമില്ല. അതാണ് ഗൈസ് വിഷയം. പിന്നെ ഇവിടെ ഒരു കൂളറൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ച്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ മറ്റേ പോഡ്കാസ്റ്റൊക്കെ ചെയ്യാൻ മൈക്ക് വെച്ചേക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് മൈക്കല്ല, ലൈറ്റാണ്. കൂളറൊക്കെ കണ്ടില്ലേ കൂളർ അതുകൊണ്ടില്ലേ ലൈറ്റ് അത്. പിന്നെ ഗൈസ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ. അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് ഗൈസ്. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ വിശാലമായ ബാത്റൂം. ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, വാഷ് ബേസിൻ കേട്ടോ. അവിടെ മിററൊക്കെ വെക്കണം. മിററൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ പതിയെ വെക്കും കേട്ടോ. പിന്നെ ഇതൊരു എന്തോ അവർ പറയല്ലോ, സ്വിമ്മിങ് പൂൾ പോലത്തെ. പിന്നെ ഗൈസ് ഇതാണ് വേറൊരു സ്ഥലം. ഇവിടെയാണ് ഗൈസ് നമ്മൾ അപ്പി ഇടുന്നത്. അപ്പി തീട്ടം അതിടുന്നത് ഇവിടെയാണ് ഗൈസ്. നമുക്ക് സുഖമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന് ഇടാം. അത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാത്റൂം ഇനി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ ചളി വരും എൻ്റെ വൈകുന്നതാണ് ഗൈസ്. പെട്ടെന്ന് അവിടെ പോയത് ഗൈസ്. ഗെയിമിംഗ് റൂം അവിടെ ഉണ്ട്, നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെയാണ് ഗൈസ് നമ്മൾ കിടക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ലൈറ്റും കൂടി ഇട്ടപ്പോഴത്തേക്കും മിന്നിച്ച് സാധനം. ഇവിടെയും ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പ്, ചായ കുടിക്കാം. പുസ്തകമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാതാണ്, പുസ്തകമൊന്നും ഞാൻ വായിക്കുന്നൊന്നുമില്ല, ഒരു ബിൽഡപ്പിന് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും വെച്ചാൽ. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ബെഡ്റൂം ഗൈസ്. പിന്നെ കിടന്നിട്ട് വന്നപ്പോഴത്തേക്ക് അലമ്പായിട്ടിരിക്കുക കേട്ടോ ഫുള്ള് ഗൈസ്. പിന്നെ നമുക്കൊരു ചെറിയൊരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ മുറ്റത്തോടെ അങ്ങ് വന്നു. അപ്പം ജസ്റ്റ് പാല് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി പാലും ബിസ്ക്കറ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനവിടെ ഇപ്പം പുള്ളി അത് കഴിച്ചു പുറകെ പിന്നെ എൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ അവിടെ കയറി കിടന്നു. ഞാനൊരു ഇതൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഗൈസ് ഇവിടെയും ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഇരിപ്പും ചായ കുടിക്കുവാനുള്ള വൈബ് അടിക്കാനുള്ള സെറ്റപ്പാണ് ഗൈസ് ഇവിടെ ഫുള്ള്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു സ്ഥലമാണിത് കണ്ടോ ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിന് മേളിലോട്ടും കയറാൻ കേട്ടോ, അതൊക്കെ കാണിക്കും എന്നേ ഉള്ളൂ. കണ്ടില്ലേ, തുറക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാം ഗൈസ്, വൈബ് അടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ എപ്പോഴും മഞ്ഞ് വീഴും കേട്ടോ. അപ്പം ഞാനൊരു കോരി മേടിച്ചായിരുന്നു. ഇത് കണ്ടില്ല, ഇതൊക്കെ എപ്പോഴും വീഴും. ഇതൊക്കെ ഞാൻ കോരി മടുത്ത് ഗൈസ് ഇതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കോരി കളയും ഇതൊക്കെ, അല്ലെങ്കിൽ ഫുള്ള് മഞ്ഞാവും. നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടൊക്കെ മഞ്ഞ് കയറി വരും, അതാണ് വിഷയം. പിന്നെ ഗൈസ് ഇവിടെ ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഇത് കല്ലിൻ്റെയൊക്കെ വെച്ച് കുറച്ച് ഭാഗം വുഡൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ചെയ്യിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ ടൂൾസൊക്കെ കണ്ടില്ലേ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗൈസ് ചൊറിയണം എന്താ പിന്നെ ഗൈസ് ഇവിടെ വൈബ് പിടിക്കാനുള്ളത് മുമ്പ് ഞാൻ കാണിച്ചില്ല ഗൈസ്. അവിടെ ഒരു കയറുന്ന സ്ഥലം, ആ സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഗൈസ് ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിനി വന്ന വഴിക്ക് ഇനി പോകണം ഗൈസ്. കുറേ ഉണ്ട് ഗൈസ് ഇത് നടന്ന് കാണാൻ. ഈ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും കേട്ടോ. ഞാൻ ഇട്ടതിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇതാകാം എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഇത്രയും ഇതിൽ ഇങ്ങനെ നിന്നിട്ടില്ല. സൂപ്പറാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഗൈസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കരുത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് സ്ഥലം. എഡിറ്റിംഗ് സ്ഥലമൊന്നുമല്ല ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഈ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എനിക്ക് വിശന്നാലോ ഗൈസ്. ഇവിടെ ചെറിയൊരു ഗെയിമിങ് ഏരിയ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. എൻ്റെ പേരെന്താ, ക്യാരം പൂളോ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പുറത്ത് നല്ല ഇത് വ്യൂ ആണ് കേട്ടോ. പുറത്തോട്ട് ഇവിടെ 2 സൗണ്ട് ബോക്സ് ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചായ കപ്പ്, കോഫി മേക്കർ മസ്റ്റാണ് ഗൈസ്. അപ്പോൾ അവിടെ ഉണ്ട് കോഫി മേക്കറും ചായ കപ്പും ഒക്കെ. നേരെ പോകുമ്പോഴത്തേക്കും ഇനി അവിടെ ഒരു ജിമ്മുണ്ട് ഗൈസ്, ചെറിയൊരു ജിം സെറ്റ്. ജിം ചെയ്തിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ബിൽഡപ്പിന് വെച്ചേക്കുന്നതാണ് ഗൈസൊക്കെ, വേറെ ഇതൊന്നുമില്ല. നല്ലൊരു ജിമ്മല്ലേ.
ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി നേരെ ഈ സൈഡിലോട്ടൊരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൂടെ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ താഴോട്ട് പോകാം. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാം. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കോഫി മേക്കർ, ചായക്കപ്പ് മസ്റ്റാണ്. എവിടെ നമ്മൾ പോയാലും അവിടെ ചായക്കപ്പും കോഫി മേക്കറും ഉണ്ട് ഗൈസ് അവിടെ. ഗൈസ് അപ്പം ഡോർ അടച്ചേക്കാം, അല്ലെങ്കിൽ ഗൈസ് ആ പൂച്ചി ഇറങ്ങിപ്പോകും ഗൈസ്. നമുക്ക് ഇന്നലെയാന്ന് തോന്നുന്നു, ഇന്നലെ വൈകുന്നേരം അവൻ ഇറങ്ങിപ്പോകാൻ നോക്കി, അവനെ ഞാൻ പിടിച്ചിട്ട് തന്നിട്ട് അവിടെ. എന്നിട്ട് ചെറുക്കൻ എഴുന്നേൽക്കത്തില്ല, ഉറക്കമാണ് നല്ല. ഗൈസ് അപ്പം നമ്മൾ ഈ പുറത്തോട്ട് പോവുകയാണ്. ഈ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഈ കഥയൊക്കെ തുറന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് പണി കിട്ടും. അടച്ചിട്ടേക്കാം. ആ ചെറുക്കനോട് ഒന്ന് ഉറങ്ങട്ടെ, നമുക്ക് നേരെ സർപ്രൈസ് ഉണ്ടെന്ന് സ്ഥലത്ത് പോകാം ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ സർപ്രൈസിങ് ഏരിയ, കണ്ടില്ലേ, നല്ല ചെടിയൊക്കെ വെച്ചിട്ട്. ഗൈസ് അപ്പം നമ്മുടെ സർപ്രൈസിങ് ഏരിയ നമ്മൾ തുറക്കാൻ പോവാണ്. അതെ ഗൈസ്, നമ്മളൊരു ചെറിയൊരു ഗ്യാരേജ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചെറിയ ചെറിയ വർക്ക്, വണ്ടിയുടെ വർക്കൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും വണ്ടിക്ക് കുഴപ്പമില്ലാത്ത വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ DM ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതെ, നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെ കിടപ്പുണ്ട് ഡിഫൻഡർ. അപ്പം കഴുകി കുട്ടപ്പനാക്കിയിട്ടേക്കുവാണ് കേട്ടോ വണ്ടി. ഇന്നലെ കുറച്ച് ഇങ്ങോട്ടോ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ട കാരണം നമ്മൾ വണ്ടി അത്യാവശ്യം കുളമായിരുന്നു. അപ്പം നമ്മൾ രാവിലെ വണ്ടി കൊണ്ടൊന്ന് കഴുകി. പിന്നെ ഗ്യാരേജിൽ വരുന്നവർക്ക് മടുത്തവർക്ക് ഇരുന്ന് TV കാണാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. TV ഒക്കെ കണ്ട് വർത്താനൊക്കെ ജോളി അടിച്ചിരിക്കാം, നമുക്ക് പണിയുകയും ചെയ്യാം. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഗൈസ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഇട്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ പുറം ഭാഗമൊക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ, എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയാലോ. ഇത്രയും പൈസ മുടക്കിയ വീടാണ് ഗൈസ്, അത്യാവശ്യം നല്ല റേറ്റായി മേടിച്ചതാണ് ഗൈസ് നമ്മളിത്. അല്ലാതെ നമ്മളായിട്ട് ഇതിൽ ചെയ്ത ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഡ്രോൺ ഷൂട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ ഗൈസ്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. അതിൻ്റെ കൂടെ ആ മഞ്ഞും കൂടെ വീഴുമ്പോഴത്തേക്കും വാവ്, വണ്ടർ അടിക്കും ഗൈസ്. ഗൈസ് നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ട് അങ്ങനെയൊന്നുമില്ല, പാറയാണ്. അതാണ് ഗൈസ് നമുക്കൊരു ടെൻഷനുള്ളത്. കാരണം ഇതിന് മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പാറയെല്ലാം കൂടി ഇടിഞ്ഞു വരുന്നതൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് ഒന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം കേട്ടോ, ഫുള്ളൊരു പ്രൊട്ടക്ഷനൊക്കെ ആക്കിയിട്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, കണ്ടില്ലേ. ഫുള്ള് മഞ്ഞാണ് ഗൈസ്. ഇനി ഒരു 2-3 മാസത്തോളം വീടിന് ഫുള്ള് മണ്ടയിൽ മഞ്ഞായിരിക്കും. അങ്ങനെയാണ് ഇത് വെതർ പറയുന്നത്. നല്ല മഞ്ഞൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് വ്യൂ. പുറകിലൊരു ചെറിയൊരു ആറ് പോലെ സെറ്റപ്പ് ഒഴുകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഉണ്ട് കേട്ടോ, നൈസാണ് ഗൈസ്. അതിൻ്റെ നടുത്തൊരു മരമൊക്കെ കണ്ടില്ലേ. നമ്മുടെ വീടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ബിൽഡിങ് ഈ സ്ഥലത്ത്. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ കൂടി ആ മഞ്ഞിൻ്റെ ഒരു ഇങ്ങനെ ഡ്രോപ്പ് ആകുന്നത് കാണാൻ നല്ല രസം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഗീവ് അവേയുടെ കാര്യമൊന്നും മറന്നിട്ടില്ല. 100 സബ് ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മൾ ഗീവ് അവേ കൊടുക്കും. മറന്നിട്ടില്ല ഗൈസ്. അതൊന്നും മറ്റൊരു വണ്ടി കിടപ്പുണ്ട്. ബൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം.